Good morning, students. In this video, we are going to discuss about group theory. Group theory എന്നുള്ളത് സെറ്റ് തിയറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ്. അപ്പോൾ അതിലോട്ട് കടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്? എൻ എന്നുള്ള ലെറ്റർ യൂസ് ചെയ്തിട്ട് നാച്ചുറൽ നമ്പേഴ്സിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? 1, 2, 3 തുടങ്ങിയിട്ടുള്ള നമ്മുടെ കൗണ്ടിങ് നമ്പേഴ്സുകൾ അല്ലേ. ദെൻ ഡബ്ല്യു എന്ന് പറയുന്നത് വോൾ നമ്പേഴ്സാണ്. അതായത് ഈ നമ്പറിനോട് കൂടെ ഒരു സീറോയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ബിക്കം വോൾ നമ്പേഴ്സ് ഡബ്ല്യു. ദെൻ അടുത്തത് സെഡ് എന്ന് പറയുന്നത് എന്താണ്? സെഡ് എന്ന് നമ്മൾ മാത്സിൽ ഡിനോട്ട് ചെയ്യുന്നത് ഇൻറ്റിജേഴ്സിനെയാണ് അല്ലേ. ഈ ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത് -3, -2, -1, 0, 1, 2, 3 തുടങ്ങിയിട്ടുള്ള വാല്യൂസുകളാണ് ഏതെന്ന് പറയുന്നത് സെഡ് എന്ന് പറയുന്നത്. ദെൻ ക്യൂ എന്ന് പറയുന്നത് റാഷണൽ നമ്പേഴ്സാണ്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ P/Q ഫോം. P/Q ഫോമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റിയ നമ്പേഴ്സുകൾ, അതായത് 2.1, -1.5, 0, 1, 2.5 അല്ലെങ്കിൽ നമുക്ക് പറയാം 3/2 തുടങ്ങിയിട്ടുള്ള നമ്പേഴ്സുകളൊക്കെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ട്. ഇറാഷണൽ നമ്പേഴ്സിനെ P എന്ന് ഡിനോട്ട് ചെയ്യാം. ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയായിരിക്കും? √2, √3, π തുടങ്ങിയിട്ടുള്ള വാല്യൂസുകളൊക്കെ ഇറാഷണൽ നമ്പേഴ്സാണ്. ഇനി ഈ എല്ലാ നമ്പേഴ്സിനെയും കൂടെ ചേർത്തിട്ട് നമുക്കൊരു പേര് വിളിക്കാം. അവരെയാണ് റിയൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. റിയൽ നമ്പേഴ്സ് നമ്മൾ 6 വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്ന നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ റിയൽ നമ്പേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇനി നമ്മൾ ഗ്രൂപ്പ് തിയറിയിലോട്ട് കിടക്കുകയാണ്. ഗ്രൂപ്പ് തിയറിയിൽ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഓപ്പറേഷനാണ് ബൈനറി ഓപ്പറേഷൻ. ഒരു ഓപ്പറേഷൻ ബൈനറി ഓപ്പറേഷൻ ആണ് എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അതിനൊരു പേരുടെ വിളിക്കട്ടോ, ക്ലോസ്ഡ് ഓപ്പറേഷൻ അതല്ലെങ്കിൽ സ്റ്റാർ എന്ന് ഡിനോട്ട് ചെയ്യാം. ഒരു ഓപ്പറേഷൻ ബൈനറി ഓപ്പറേഷൻ ആണ് എന്ന് പറയണമെങ്കിൽ എനിക്ക് 2 എലമെൻറ്റ്സുകൾ, സപ്പോസ് എയും ബിയും ആണ് എൻ്റെ 2 നമ്പേഴ്സുകൾ. ഈ 2 നമ്പേഴ്സുകളിൽ ഞാനൊരു ഓപ്പറേഷൻ, ഏതെങ്കിലും ഒരു ബൈനറി ഓപ്പറേഷൻ, ആ ബൈനറി ഓപ്പറേഷൻ പൊതുവെ സ്റ്റാർ എന്നത് മൾട്ടിപ്ലിക്കേഷൻ അല്ല കേട്ടോ ഡിനോട്ട് ചെയ്യുന്നത്. ഈ നമ്പേഴ്സിൽ ഞാൻ ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്തു. ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കിട്ടുന്ന എൻ്റെ റിസൾട്ട് ഉണ്ടായിരിക്കില്ല. ദാറ്റ് റിസൾട്ട് ഈസ് ഓൾസോ ബിലോങ് ടു ദ സെറ്റ്. ഏത് സെറ്റാണോ, ഈ എ ബി ഏത് സെറ്റിലുള്ള നമ്പേഴ്സുകളാണോ അതേ സെറ്റിൽ തന്നെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്പറേഷൻ ബൈനറി ഓപ്പറേഷൻ ആണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, എ ബി എന്ന് പറയുന്നത് ഒരു സെറ്റ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണെന്ന് വിചാരിക്കാം. പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എ സ്റ്റാർ ബി പെർഫോം ചെയ്ത് കിട്ടുന്ന റിസൾട്ടും അതും പോസിറ്റീവ് ഇൻറ്റിജർ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് എ ബൈനറി ഓപ്പറേഷൻ. ഫോർ എക്സാമ്പിൾ, സപ്പോസ് 2ഉം 3ഉം നമുക്കറിയാം 2ഉം 3ഉം ബിലോങ്സ് ടു Z+ അല്ലേ, പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ഇൻറ്റിജേഴ്സിലാണ് നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 2 സ്റ്റാർ 3 പെർഫോം ചെയ്തു. അതിൻ്റെ റിസൾട്ട്, ഇതിലെനിക്ക് കിട്ടുന്ന ഈ റിസൾട്ട് ഉണ്ടാവുമല്ലോ, ദിസ് റിസൾട്ട് ഈസ് ഓൾസോ ബിലോങ്സ് ടു Z+ ആണ് എന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദി സ്റ്റാർ ഓപ്പറേഷൻ ഈസ് ക്ലോസ്ഡ്. ഈ സ്റ്റാർ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അത് ഏതാകാം, മൾട്ടിപ്ലിക്കേഷൻ ആകാം, ഡിവിഷൻ ആകാം. ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഏത് ഓപ്പറേഷനെയും നമുക്ക് ക്ലോസ്ഡ് ഓപ്പറേഷൻ എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് എന്ത് ചെയ്യാം, 2ഉം 3ഉം നമുക്ക് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. ഇവരെ നമുക്ക് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് പെർഫോം ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ നമുക്ക് കിട്ടുക? 2 × 3 റിസൾട്ട് 6 ആണ്. 6 ഓൾസോ ബിലോങ്സ് ടു Z+. ദിസ് വി ക്യാൻ സേ ദാറ്റ് ദിസ് Z+ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഈസ് എ ബൈനറി ഓപ്പറേഷൻ. അതൊരു ബൈനറി ഓപ്പറേഷൻ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം.
ഇനി മറ്റൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഞാൻ എന്ത് ചെയ്യുന്നു, Z പ്ലസ് അണ്ടർ അഡീഷൻ എടുത്ത് നോക്കുകയാണ്. Z പ്ലസ് അണ്ടർ അഡീഷൻ ഒരു ബൈനറി ഓപ്പറേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെ ചെക്ക് ചെയ്യാം? രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എടുക്കുക. ഒരു 5ഉം പോസിറ്റീവാണ്, 5ഉം 6ഉം എടുക്കാം. ഈ 5ഉം 6ഉം അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ എന്ത് വേണം? അതൊരു ബൈനറി ഓപ്പറേഷൻ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. സോറി, അണ്ടർ അഡീഷൻ ആണ്. അപ്പോൾ 5 പ്ലസ് 6 എന്ത് ചെയ്താൽ മതി? 5 പ്ലസ് 6 എനിക്ക് Z പ്ലസ് ആണോ എന്ന് കിട്ടുന്നത് എന്ന് ചെക്ക് ചെയ്താൽ മതി. 5 പ്ലസ് 6 എന്താണ്? 11 ആണ്. 11 എന്നുള്ളതും ഒരു പോസിറ്റീവ് ഇൻറ്റിജർ തന്നെയല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ പറഞ്ഞിട്ടുള്ള Z പ്ലസ് പോസിറ്റീവ് ഇൻറ്റിജർ അണ്ടർ അഡീഷൻ ഈസ് ഓൾസോ എ ബൈനറി ഓപ്പറേഷൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈനറി ഓപ്പറേഷൻ. ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത് അത്, അല്ലെങ്കിൽ നമ്മളതിനെ ക്ലോസർ ഓപ്പറേഷൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ സ്റ്റാർ എന്ന് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. ഇനിയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്നത്, അതായത് ആൽജിബ്രിക് സ്ട്രക്ചർ. എന്താണ് ആൽജിബ്രിക് സ്ട്രക്ചർ? ആൽജിബ്രിക് സ്ട്രക്ചർ എന്ന് പറയണമെങ്കിൽ, ആൽജിബ്രിക് സ്ട്രക്ചറിന് നമ്മൾ വേറൊരു പേരൂടെ വിളിക്കുന്നുണ്ട്, ഗ്രൂപ്പോയിഡ്. ആൽജിബ്രിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞത്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തില്ലേ, Z പ്ലസ് പ്ലസ് എന്ന് കൊടുത്തില്ലേ, അതുപോലെ Z പ്ലസ് സ്റ്റാർ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആൽജിബ്രിക് സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു നോൺ എംപ്റ്റി ആയിട്ടുള്ള സെറ്റും അതിനോട് കൂടെ അതിൻ്റെ വൺ ഓർ മോർ ബൈനറി ഓപ്പറേഷൻസിനെയും കൂടെ ചേർത്ത് എഴുതുന്നതിനെയാണ് നമ്മൾ ആൽജിബ്രിക് സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. A non-empty set, generally we can denote it as S. A non-empty set S together with one or more binary operation. ഒന്നോ അതിലധികമോ ബൈനറി ഓപ്പറേഷൻ അതിനോട് കൂടെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്, ആൻഡ് ഇറ്റ്സ് റെപ്രസെൻറ്റഡ് ആസ് എ സ്റ്റാർ. ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ആൽജിബ്രിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒന്നോ അതിലധികമോ ബൈനറി ഓപ്പറേഷൻസ് ആകാം. ഇവിടെ ഞാൻ ഒരു ഓപ്പറേഷനെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ള Z പ്ലസ് പ്ലസ് എന്ന് പറയുന്നത് ഒരു ആൽജിബ്രിക് സ്ട്രക്ചറാണ് അല്ലേ? Z പ്ലസ് സ്റ്റാർ, അതായത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് അണ്ടർ അഡീഷൻ, പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ, ഇതൊക്കെ എന്താണ്? ഈ ആംഗിൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മളിങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ആൽജിബ്രിക് സ്ട്രക്ചർ അല്ലെങ്കിൽ ഗ്രൂപ്പോയിഡ് എന്ന് വിളിക്കുന്നത്. ഇനി ഗ്രൂപ്പിലോട്ട് വരാം. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഈ ഗ്രൂപ്പ് എന്ന് പറയണമെങ്കിൽ അങ്ങനെയുള്ള ഒരു ആൽജിബ്രിക് സ്ട്രക്ചർ, നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ആൽജിബ്രിക് സ്ട്രക്ചർ, അതിനെ ഗ്രൂപ്പ് എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഞാൻ ആ കണ്ടീഷൻസിനൊക്കെ കുറച്ച് ആക്സിയോംസ് ആണ്. ആ ആക്സിയോംസിനൊക്കെ ഞാൻ G1, G2, G3, G4 ഒരു 4 ആക്സിയോംസ് ഉണ്ട്. ഈ 4 ആക്സിയോംസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതിൽ ഒന്നാമത്തെ ആക്സിയോം എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ആ സ്റ്റാർ എന്നുള്ള ഓപ്പറേഷൻ. സ്റ്റാർ എന്നുള്ളത് ഒരു ബൈനറി ഓപ്പറേഷൻ ആയിരിക്കണം. നമ്മളിവിടെ എടുത്തിട്ടുള്ള ആ ഓപ്പറേഷൻ ബൈനറി ഓപ്പറേഷൻ ആയിരിക്കണം. അതായത് എന്താ മീൻ ചെയ്യുന്നത്? നമ്മൾ ഏതൊരു AB എടുത്താലും അതെന്തായിരിക്കണം? ആ A സ്റ്റാർ B എന്ന് പറയുന്നതും ഈ സെറ്റിലുണ്ടായിരിക്കണം. ഇവിടെ G ആണ്, ഞാൻ ഈ സെറ്റ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഞാൻ G എന്ന് കൊടുത്തതാണ്. A Bയും ഈ ഒരു പെർട്ടിക്കുലർ സെറ്റിലുള്ള എലമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൽ മേൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഈ സ്റ്റാർ എന്നുള്ള ഓപ്പറേഷന് ശേഷം കിട്ടുന്ന റിസൾട്ടും എന്തായിരിക്കണം? G എന്നുള്ള സെറ്റിലുണ്ടായിരിക്കണം. For every AB belongs to G, A star B also belongs to G. അതാണ് ഫസ്റ്റ് ആക്സിയോം. സെക്കൻഡ് ആക്സിയോം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്, അതായത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. രണ്ടാമത്തേതാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുള്ള സ്റ്റാർ ഉണ്ടല്ലോ, ആ സ്റ്റാർ ഓപ്പറേഷൻ സാറ്റിസ്ഫൈസ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? അതായത് പ്രോപ്പർട്ടി, എൻ്റെ കയ്യിൽ ABC 3 എലമെൻറ്റ്സ് ഉണ്ട്, 3 നമ്പേഴ്സുകളുണ്ട്. ആ 3 നമ്പേഴ്സും G എന്നുള്ള ഗ്രൂപ്പിലുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ A സ്റ്റാർ B സ്റ്റാർ C
ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. നമുക്കറിയുന്ന അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി തന്നെയാണ്. ഇതാണ് സെക്കൻഡ് ആക്സിയം. ആൻഡ് ദ തേർഡ് ആക്സിയംസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അതായത് സപ്പോസ് ഈ ഐഡൻറ്റിറ്റി എലമെൻറ്റിനെ ഞാൻ ഇ എന്ന് വെച്ച് ഡിനോട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് പറയാം, ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ആ എലമെൻറ്റും ഐഡൻറ്റിറ്റി എലമെൻറ്റും ഒരു പെർട്ടിക്കുലർ എലമെൻറ്റും തമ്മിൽ ആ ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ കിട്ടും. അതായത് ഇ സ്റ്റാർ എ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ എ ഇൻ ഇ എന്ന്, എ ആണ് നമ്മുടെ നമ്പർ, ഇ എന്ന് പറയുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എ തന്നെയായിരിക്കും. ഫോർ എക്സാമ്പിൾ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ്റെ കേസിൽ 2 into 1 is equal to 1 into 2 is equal to 2 തന്നെയാണല്ലോ. അതായത് മൾട്ടിപ്ലിക്കേഷനിൽ നമ്മളെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് 1 ആണ്. അതായത് ഇ ആണ് നമ്മുടെ ഇവിടുത്തെ ഇ എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, ഇ ആണ് ഈ പറഞ്ഞിട്ടുള്ള 1 എന്ന് പറഞ്ഞത്. 2 ആണ് നമ്മുടെ നമ്പർ. മൾട്ടിപ്ലിക്കേഷൻ ഇനി ഒരു അഡീഷൻ ഓപ്പറേഷൻ എടുക്കാം. 2 + 0 = 0 + 2 = 2 അല്ലേ. അപ്പോൾ അഡീഷൻ്റെ കേസിൽ 0 ആണ് ഇവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യണം എന്നാണ് മൂന്നാമത്തെ ആക്സിയം പറയുന്നത്. ദെൻ ഫോർത്ത് ആക്സിയം പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് ആണ്. എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്, അതായത് ഫോർ ഓൾ A belongs to G, there exists an A inverse such that A inverse in G. നമുക്കൊരു എ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു എ ഇൻവേഴ്സും ഉണ്ടായിരിക്കണം. എ ഇൻവേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഈ നമ്പറും ഈ എ ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എ ഇൻവേഴ്സ് ഇൻറ്റു എ, നമ്മൾ അസോസിയേറ്റിവിറ്റി പറയുന്നതെന്ന് മാത്രം അല്ല, കമ്മ്യൂട്ടേറ്റിവിറ്റി പറയുന്നതെന്ന് മാത്രം കേട്ടോ. എ ഇൻറ്റു എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ഇ കിട്ടും അല്ല. ചെയ്ത് നോക്കൂ. നമുക്കറിയാം ഇവിടുത്തെ എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇത് എ ആണ്. എയുടെ എന്തെന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി എലിമെൻറ്റ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ 2 ഇൻറ്റു സംതിങ്, നമ്മുടെ സപ്പോസ് എ ഇൻവേഴ്സ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി എലമെൻറ്റാണ് കിട്ടുന്നത്. അപ്പോൾ എ ഇൻവേഴ്സ് എന്തായിരിക്കും? 1/2 ആണല്ലോ. 2 ഇൻറ്റു 1/2 അല്ലേ 1 എന്ന് പറയുന്നത്. അപ്പോൾ എയുടെ ഇവിടുത്തെ 2ൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. അതുപോലെ എല്ലാത്തിനും ഒരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അഡീഷൻ്റെ കേസിലാണെങ്കിലോ 2 + 0 = 2 + എ ഇൻവേഴ്സ് = എന്ത് കിട്ടണം? 0 ആണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്, 0 കിട്ടണം. അതായത് ഇവിടുത്തെ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് -2 ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഏതൊരു എലമെൻറ്റിനും ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഈ 4 ആക്സിയംസ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് എ ഗ്രൂപ്പ്. അതിനൊരു ഗ്രൂപ്പ് എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ ഒരു ഗ്രൂപ്പാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈസ് ഓൾ ദീസ് 4 കണ്ടീഷൻസ്, 4 ആക്സിയംസ്. ഇനി അത് കൂടാതെ വേറൊരാളെയും കൂടെ നമ്മൾ പറയുന്നുണ്ട്, അബീലിയൻ ഗ്രൂപ്പ്. എന്താണ് അബീലിയൻ ഗ്രൂപ്പ്? അബീലിയൻ ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ടല്ലോ, എന്താ ഗ്രൂപ്പ് എന്ന് പറയുന്നത്? G സ്റ്റാർ. അതെന്ന് പറയുന്നത് ഒരു ആൽജിബ്രിക് സ്ട്രക്ചറാണ്. ആ ആൽജിബ്രിക് സ്ട്രക്ചറിൽ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള 4 ആക്സിയോംസുകളുണ്ട് അല്ലേ. ഈ 4 ആക്സിയോംസിന് നമ്മൾ G1 to G4 വരെ ഡിനോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മേലെ കണ്ട ഈ G1 to G4 വരെ ഡിനോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഇതിനോട് കൂടെ ഒരാളെയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അബീലിയൻ ഗ്രൂപ്പാണെന്ന് നമുക്ക് വിളിക്കാം. അതായത് ഈ 4 ആക്സിയോംസ് പ്ലസ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇറ്റ്സ് എ അബീലിയൻ ഗ്രൂപ്പ് എന്നുള്ളത്. അതായത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? ഫോർ ഓൾ എ ബി ബിലോങ്സ് ടു ജി, എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു ബി സ്റ്റാർ എ. എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു ബി സ്റ്റാർ എ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ്
ഇറ്റ്സ് ആൻ അബീലിയൻ ഗ്രൂപ്പ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് അബീലിയൻ ആവണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള G1ഉം G2ഉം G3ഉം G4ഉം പ്ലസ് നമ്മുടെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് ആൻ അബീലിയൻ ഗ്രൂപ്പ്.